അതേപോലെ തന്നെ നബി നിസ്കരിച്ച നിസ്കാരം 8 എന്നും ഒരു റിപ്പോർട്ടുണ്ട്. 8 നബി നിസ്കരിച്ചത് 8 എന്നൊരു റിപ്പോർട്ടുണ്ട്. വ്യക്തമായി മനസ്സിലാകുന്നതിനും ഒന്നും മൂടി വെക്കാതെ തന്നെ പറയേണ്ടതിനും അതിനാണല്ലോ നമ്മുടെ ഈ നിൽക്കുന്ന പരിപാടി. സംശയങ്ങൾ തീർക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വസ്വാസുകൾ നീക്കാനുമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുസ്ലിയാർ വെള്ളിയാഴ്ച വയൽ പറഞ്ഞു കൊടുക്കണമാതിരിയല്ല. വെള്ളിയാഴ്ച വയൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മുമ്പൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഓരോന്ന് പുതിയ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവും. ഞങ്ങൾ ഇതുവരെ ഇപ്പം നിസ്കാരം 20 നാം പഠിച്ചു വന്നിരുന്നത്, ഇപ്പം കേട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നപ്പോൾ കേൾക്കണമെന്നാവും. അപ്പം അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഇതൊന്നും പറയില്ല എന്ന് വെച്ചത് കിതാബിലൊന്നും ഇല്ല എന്നല്ല. ഇത് മഹല്ലിയിലൊക്കെ തന്നെ ഉണ്ട്. മഹല്ലി ഓതുന്ന മൂല്യന്മാരൊക്കെ ഓതുന്നതുമാണ്. നമ്മുടെ വിഷയസമർത്ഥനത്തിൻ്റെ ബാബിൽ എല്ലാ ഫിഖിന്റെ കിതാബിലും ഇതുണ്ട്. മഹല്ലി ഓതി ഒരു മൂലയേരി ഇതിൻ്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്ലി ഓതാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീക്ഷണങ്ങൾ മഹല്ലി ഓതുന്ന മൂല്യന്മാർക്കൊക്കെ അറിയാം. പക്ഷെ അറിഞ്ഞിട്ട് അറിയാത്ത സാധാരണക്കാർക്ക് വെറുതെ വസ്വാസ് ഉണ്ടാക്കണ്ട. പ്രമാണപ്രകാരം 20 റക്അത്ത് തന്നെയാണല്ലോ സത്യം. അങ്ങനെ നിസ്കരിച്ചു വരണം. അങ്ങനെ തന്നെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടതും. ഈ വിഷയം പറഞ്ഞ് അവസാനെത്തിയാലും അങ്ങനെ തന്നെ നിസ്കരിക്കണമെന്നാ സമർത്ഥിതമാവുക. പക്ഷേ സമർത്ഥനത്തിനിടയിൽ നമ്മുടെ മദ്ഹബിന്റെ സമർത്ഥന രീതി എന്താണ്, നമ്മുടെ പ്രമാണം എന്താണ് എന്ന് വിശദീകരിക്കേണ്ടപ്പോൾ അത് വിശദീകരിക്കാതെ വയ്യ. അതുകൊണ്ടാണ് നേർക്കുനേർ പരിപാടിയിൽ വരുമ്പോൾ ഇത് നമ്മുടെ കിതാബിൽ പറഞ്ഞത് വെച്ച് തന്നെ പറയുന്നത്. 8 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കലുണ്ട്. ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം വഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ. ഈ റിപ്പോർട്ടാണ് പ്രബലം, ഈ റിപ്പോർട്ടാണ് പ്രബലം, അതുകൊണ്ട് ഒട്ടേ ഉള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മദ്ഹബിന്റെ നില? ഇത് വഹാബികൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ? നമ്മളെ ഇമാമിങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ? അവരെ ആരെയും തൊടാതെ, നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്കൊരു ഹദീസും കിട്ടൂല. കാരണം മുഹദ്ദിസീങ്ങളൊക്കെ മദ്ഹബുകാരാണ്. മദ്ഹബുകാരൊക്കെ 20 റക്അത്തുണ്ട് എന്ന് പറയുന്നവരാണ്. 20 റക്അത്തുണ്ട് തറാവീഹ് എന്ന് പറയുന്ന മദ്ഹബുകാർ ഉദ്ധരിക്കാത്ത ഒരൊറ്റ ഹദീസും, അവർ കാണാതെ പോയ ഒരൊറ്റ ഹദീസും വഹാബികൾക്ക് മാത്രം മദ്ഹബ് വിരോധത്തിന് വേണ്ടി ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ലഭിക്കാതെ പോയതല്ല, ഇത് കാണാതെ പോയതുമല്ല. മഹല്ലി ഓതുമ്പം തന്നെ ഇത് വിശദീകരിക്കും. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു തങ്ങൾ റഹ്മഹുല്ലാഹ് പറയുന്നത് വറബബ്നാ ഖുസൈമത വഹിബ്ബാന അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന 8 റക്അത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത് റമളാനിൽ 8 റക്അത്താണ്. ഈ 8 റക്അത്ത് കഴിഞ്ഞിട്ട് നബി വിത്റും നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു ഇജ്തമഅനാ ഫിൽ മസ്ജിദി വറജൗനാ അൻ യഖ്റുജ ഇലൈനാ ഹത്താ അസ്ബഹനാ എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇബ്നു ഹുസൈമയും ഇബ്നു ഹബ്ബാനും നിവേദനം ചെയ്യുന്നു. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല. സ്വഹീഹായ ഹദീസ് തന്നെ സനദിന്റെ അടിസ്ഥാനത്തിൽ. ആ സ്വഹീഹായ ഹദീസിന് നമുക്കെന്താ അവലംബം? ഇബ്നു ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ആ 2 മഹത്തുക്കൾ സ്വഹീഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് അവർ 2 പേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സ്വഹീഹെന്ന് പറയാം, നമുക്ക് പ്രയാസമില്ല. ഈ സ്വഹീഹായ ഹദീസിൽ 8 റക്അത്ത് നബി നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിച്ചു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തവർ വിവരിക്കുന്നു. എന്നാൽ ഇതും തറാവീഹിന്റെ എണ്ണം റക്അത്ത് പറയുന്നതിൽ കണക്കിലെടുക്കാൻ പറ്റാത്ത ഹദീസാകുന്നു. സനദിന്റെ അപ്രബലത കൊണ്ടല്ല, ഇതിന്റെ ആശയത്തിലെ അവ്യക്തത കൊണ്ട്. സംശയമുണ്ട് റിപ്പോർട്ടിൽ. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കി, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് സ്വല്ലാ ബിനാ റസൂലുള്ളാഹി ഫീ റമളാൻ 8 റക്അത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ 8 റക്അത്ത് നിസ്കരിച്ച് പിന്നെ വിത്ർ നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു, തൊട്ടടുത്ത രാത്രി എത്തിയപ്പോ ഇജ്തമഅനാ, ഞങ്ങളൊക്കെ സമ്മേളിച്ചു, ഫിൽ മസ്ജിദി, പള്ളിയിൽ.
നബി ഞങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരും എന്ന് തന്നെ ഞങ്ങൾ കാത്തിരുന്നു. ഹത്താ അസ്ബഹന, ഞങ്ങൾ പുലരിയിൽ കടന്നു, സ്വബാഹ് കടന്നുപോയി, വന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്നോക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട, ഞാനിതുകൊണ്ടാന്ന് പറഞ്ഞു എന്നാ. അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറയുന്നത് ഒരൊറ്റ രാത്രിയിലെ നിസ്കാരമാണ്. ഒരു രാത്രിയിലെ നിസ്കാരത്തിൽ 8 റക്അത്ത് നിർവഹിച്ചിട്ട് വിത്ർ നിസ്കരിച്ചു എന്ന് പറഞ്ഞ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് പ്രബലമായ ഹദീസാണെങ്കിലും ഈ ഹദീസിന്റെ അനുബന്ധ ഭാഗം, തുടർഭാഗം തൊട്ടടുത്ത പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്നാണ്. പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവത്തിന് വിരുദ്ധമാണത്. നമുക്കറിയാമല്ലോ 3 രാത്രി നബി തങ്ങൾ വന്നിട്ടുണ്ട്, 4ാമത്തെ രാത്രിയിലാണ് വരാത്തത്. ഇദ്ദേഹം പറയുന്നത് ഒറ്റ രാത്രിയാണ് വന്നത്, തൊട്ടടുത്ത രാത്രിയിൽ തന്നെ വന്നില്ല എന്നാ. അപ്പൊ അദ്ദേഹം 2 രാത്രിയിലെ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടില്ല, 3ാമത്തെ രാത്രിയിലെ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടുള്ളൂ. 3ാമത്തെ രാത്രിയിൽ തന്നെ അദ്ദേഹം ആദ്യന്തം ഉണ്ടോ എന്നും വ്യക്തമല്ല. അദ്ദേഹം ആദ്യന്തമുണ്ടോ ആ നിസ്കാരത്തിൽ എന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിന് കിട്ടിയ 8 വെച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ 8 വെച്ച് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് നബിതങ്ങൾ നിസ്കരിച്ചത് 3ാം രാവിൽ ഇനി 8 വന്നാലും 2ാം രാവിൽ നബിതങ്ങൾ 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തറാവീഹ് 20 വരെ പോവോലോ. 1ാം രാവിൽ നബി 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും പോവോലോ. ഇതേ രാത്രിയിൽ തന്നെ ജാബിർ വരുന്നതിന് മുൻപ് അള്ളാഹുവിന്റെ റസൂല് ബാക്കി നിസ്കാരം നിർവഹിച്ച് 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം 8 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന് സാന്നിധ്യം ഉണ്ടായത് എന്ന് വന്നാലും ജാബിർ റളിയല്ലാഹു അൻഹു 8 റക്അത്ത് എന്ന് കാണുമല്ലോ. സലാം വീട്ടിയിട്ട് ഇങ്ങനെ നിസ്കരിക്കണം നിസ്കാരമല്ലേ ഇത്, വിശ്രമം കഴിഞ്ഞിട്ട് നിസ്കരിക്കണം നിസ്കാരല്ലേ. അപ്പൊ സലാം വീട്ടി വിശ്രമിച്ചൊരു 12 റക്അത്ത് കഴിഞ്ഞപ്പോഴത്തെ 3ാമത്തെ തെർവീഹത്ത് കഴിഞ്ഞിട്ട് റസൂലുള്ള വിശ്രമിച്ചു, സ്വഹാബാക്കളും വിശ്രമിച്ചു. ആ വിശ്രമത്തിനിടയിൽ ത്വവാഫ് ചെയ്യും മിക്കവാറും മക്കത്ത്. മദീനത്താവുമ്പോ പിന്നീട് എത്തിയതാണ് 4 റക്അത്ത് എന്ന് പറയട്ടെ, അത് പറയുന്നു നമ്മൾ വിഷയം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വെച്ച് നമസ്കരിക്കുമ്പോ, നടാണ് നിസ്കരിക്കുമ്പോ ഈ രാത്രിയിലെ 12 റക്അത്ത് കഴിഞ്ഞിട്ട് ലേശം വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്രമം കഴിഞ്ഞ് തുടങ്ങുമ്പോ ജാബിർ എന്നവർ ഇത് തുടങ്ങിയത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അതിനു മുൻപ് ഒരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെത് 13 റക്അത്ത് വിത്റുന്നുണ്ട്. അപ്പൊ 13 റക്അത്ത് അദ്ദേഹം കഴിഞ്ഞ് ശേഷം ആ വിത്റിലുള്ള കൺഫ്യൂഷനായിട്ട് അദ്ദേഹം 8 റക്അത്ത് എന്ന് പറഞ്ഞതുമാവാ. അപ്പൊ 8 റക്അത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പ്രയോഗം, ഇദ്ദേഹത്തിന്റെ ഈ ഹദീസ് കണക്കിലെടുക്കുന്നതിലെ പ്രത്യേകത നോക്കുമ്പോൾ, അതായത് തൊട്ടടുത്ത രാത്രിയിൽ തന്നെ നബി വന്നില്ല, ഒരു രാത്രിയിലേ നബി വന്നുള്ളൂ എന്ന ഈ പരാമർശം നോക്കുമ്പോൾ ഇതങ്ങനെ തന്നെ കണക്കിലെടുക്കാൻ വയ്യ. ഇഹ്തിമാലുകൾ പലതും വന്നാൽ, സാധ്യതകൾ പലതും വന്നാൽ, ആ സാധ്യതകൾ വരുന്ന ഹദീസിനെ സ്വഹീഹാണെങ്കിൽ പോലും വിഷയം മനസ്സിലാക്കാൻ സമർത്ഥിക്കാൻ പ്രമാണമാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും, വിശദീകരണം കിട്ടുന്നത് വരെ എന്നാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. ഈ നിലപാട് പ്രകാരം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് നമ്മൾ റക്അത്തിന്റെ എണ്ണത്തിൽ അവലംബിക്കുന്നില്ല. അദ്ദേഹം 3ാമത്തെ രാത്രിയിലാണ് വന്നത്. ഐവക്കാനൽ ബാക്കി മിൻഹാ 8 റക്അത്ത്, ഇനി ബാക്കി 8 റക്അത്തുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ, അതിലാണ് ജാബിർ എന്നവർ കൂടിയത് എന്നതാകാൻ സാധ്യതയുണ്ട്. ഈ സാധ്യത പരിഗണിച്ചിട്ട് മഹാനരുടെ ഈ 8 റക്അത്തിന്റെ റിപ്പോർട്ട് വെച്ചും നമുക്ക് 8 എന്ന് മനസ്സിലാക്കാൻ വയ്യ. 20 റക്അത്തുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വെച്ചിട്ട് 20 റക്അത്ത് നബി നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് പ്രബലമായി കിട്ടാത്തത് കൊണ്ട് അതനുസരിച്ചും റക്അത്തിന്റെ എണ്ണത്തിന് അവലംബിക്കാൻ വയ്യ. വഹാബികളുടെ തിയറി പ്രകാരം ഈ ഹദീസിനെ 8 റക്അത്തിന് എടുക്കാൻ തന്നെ പാടില്ല. ഇത് കൂട്ടത്തിലൊന്ന് പറയണല്ലോ, നമ്മളിത് എടുക്കുന്നത് മറുപടി പറയുന്നതൊക്കെ നമ്മളെ തിയറി പ്രകാരമാണ്, നമ്മളെ നിലപാട് പ്രകാരം. വഹാബികളുടെ നിയമപ്രകാരം ഈ 8ന്റെ ഹദീസായിട്ട് വന്നാൽ ഹദീസ് കൊണ്ട് സമർത്ഥിക്കാനാണെങ്കിൽ നമുക്കവരെ പിടികൂടാം. കാരണം ഈ 8ന്റെ ഹദീസ്, ഈ 8ന്റെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അവരുടെ ഭാഷ പ്രകാരം സ്വഹീഹല്ല, ലഈഫാണ്. ലഈഫായ ഹദീസാണെങ്കിലോ അവർ വലിച്ചെറിയും. അങ്ങനെ അവർക്ക് റിപ്പോർട്ട് സ്വഹീഹായ ഹദീസ് എടുത്തൊക്കൊന്നുമല്ല, ഒരു ബൽച്ചെറിയെന്ന. സ്വഹീഹായ ഹദീസിന് കൊണ്ടാ ബാക്കിയൊക്കെ ബൽച്ചെറിയെന്നാണ്. ബൽച്ചെറിയുള്ള ഹദീസാണ് സ്വഹീഹല്ലാത്തതൊക്കെ. എന്താ സ്വഹീഹ് എന്ന് തന്നെ തിരിയൂല, സ്വഹീഹ് ഏത് വിധമുണ്ട് എന്ന് തന്നെ തിരിയൂല. സ്വീകാര്യമായ ഹദീസ് തന്നെ ഹസന് 2 വിധമുണ്ട്, അതും തിരിയൂല.
അതിൻ്റെ ശേഷം ലൈഫ് തന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എടുത്തുകൊണ്ടും ഒക്കെ ഉണ്ട്. ഇതൊന്നും തിരിയൂല, ഒറ്റ പറച്ചില സ്വഹീഹ് ലൈഫ്, സ്വഹീഹ് ലൈഫ്, സ്വഹീഹ് ലൈഫ്. സ്വഹീഹാണോ എന്നാ കൊണ്ടുപോവാ, ലൈഫാണോ തള്ളപ്പെടേണ്ട ഹദീസ്. ലൈഫിന് ചിലപ്പോൾ ഒരു മൗദൂഅ് എന്നും പറയും. ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഹദീസ് എന്ന് ചോദിച്ചപ്പോൾ, നമ്മുടെ സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്ന സമയത്ത് എന്താ സ്വഹീഹ് എന്ന് ചോദിച്ചപ്പോൾ അതാന്നല്ല, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞൂടാ, നാട് നീളെ പ്രസംഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ സ്വഹീഹ് എന്ന് പറയുന്ന, സ്വഹീഹ് മാത്രമേ എടുത്തുകൂടൂ എന്ന് പറയുന്ന, ലൈഫാണെന്ന് തോന്നുന്നതും ലൈഫാണെന്ന് ആരെങ്കിലും പറഞ്ഞതുമെല്ലാം തള്ളണമെന്ന് പറയുന്നവർക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ തന്നെ അവകാശമില്ല. നമ്മൾ ഇബ്നു ഹുസൈമയെ അവലംബിക്കുന്നത് കൊണ്ടും ഇബ്നു ഹബ്ബാൻ എന്നവരെ അവലംബിക്കുന്നത് കൊണ്ടുമാണ് അവരുടെ സ്വഹീഹിൽ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സ്വഹീഹ് എന്ന് പറഞ്ഞത്. എന്നാലും ഇതിൽ അവ്യക്തതയുള്ളത് കൊണ്ട് മഹാനർ ഒരു ദിവസം മാത്രം പങ്കെടുത്തയാളും 8 ശേഷിച്ചിരിക്കുമ്പോൾ വന്നതാകാനുമുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് പ്രമാണത്തിന് വയ്യാതെ അവിടെ വെച്ചേക്കൂ എന്നാണ് നമ്മുടെ നിലപാട്. വഹാബികൾ ഇത് പിടിച്ചിട്ട് 8 സമർത്ഥിക്കാൻ വന്നാൽ ഈ ഹദീസ് ലഈഫാകുന്നു എന്നാ നമുക്ക് പറയാനുള്ളത്. അവരുമായി ഓലെ വീക്ഷണപ്രകാരം, നമ്മളെ വീക്ഷണമല്ല. കാരണം ഈ ഹദീസിൻ്റെ അകത്ത് ഈസ ഇബ്നു ജാരിയ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ എന്നവരിൽ നിന്ന് വന്നിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ ഈസ ഇബ്നു ജാരിയ എന്നയാളാണ്. ഈസ ഇബ്നു ജാരിയയിൽ നിന്നല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല. ഈസ ഇബ്നു ജാരിയ എന്ന ആളാണെങ്കിൽ ഫഖാല ദഹബിയു, ദഹബി അവരുടെ വലിയ മാസ്റ്റർ പീസ് നേതാവുമാണ്. അതായത് ഹദീസിന്റെ നിരൂപണത്തിൽ നമ്മളും സ്വീകരിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ നിശ്ചിത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെത്. ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും നിരൂപണത്തിൽ. പക്ഷേ ആ ദഹബിനെ ഇവർ തള്ളൂല, വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ ദഹബി പറയുന്നു ഈസ ഇബ്നു ജാരിയത്തുൽ അൻസാരി അൻ ജാബിരിൻ, ജാബിറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈസ ഇബ്നു ജാരിയ, മദനിയുൻ, അദ്ദേഹം മദീനക്കാരനാണ്. വഅൻഹു യഅഖൂബുൽ ഖുമ്മി, അദ്ദേഹത്തിൽ നിന്ന് യഅഖൂബുൽ ഖുമ്മി നിവേദനം ചെയ്യും. ജമാഅത്തുൻ വേറെ സംഘം. അങ്ങനെ തന്നെ ഹദീസ് യഅഖൂബുൽ ഖുമ്മി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ജാബിറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഈ ആളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഖാല ഇബ്നു മഈൻ ഇൻദഹു മനാകീർ. ഈ ഈസ ഇബ്നു ജാരിയ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരുപാട് മുങ്കറുകളുണ്ട്. ഹദീസ് സ്വീകാര്യനല്ല, അയാൾ ദുർബലനാണ് എന്ന് പറയാനുള്ള ഒരു വാക്കാണത്. വഖാല നസായി മുങ്കറുൽ ഹദീസ്, ഇമാം നസായി പറയുന്നു ഈസ ഇബ്നു ജാരിയത്ത് മുങ്കറുൽ ഹദീസാണ്. വജാ മത്റൂഖുൻ, അയാൾ മത്റൂഖാണ് എന്നും വന്നിട്ടുണ്ട്. അപ്പം മത്റൂഖ്, മുങ്കറുൽ ഹദീസ്, ഇൻദഹു മനാകീർ. വഖാല അബൂ സുർഅത ലാ ബഅസ ബിഹി, അബൂ സുർഅത എന്നവർ മാത്രം ലാ ബഅസ ബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ദഹബി തൻ്റെ മീസാനിൽ 313 പറയുന്നത്. നമ്മളെ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ തൻ്റെ തഹ്ദീബു തഹ്ദീബിൽ വിവരിക്കുന്നു ഖാല ഇബ്നു അബീ ഖൈസമ അൻ ഇബ്നു മഈൻ ലൈസ ബിദാക്, ലൈസ ബിദാക്. ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ എന്ന ഹദീസ് നിരൂപകൻ ഈസ ഇബ്നു ജാരിയ എന്ന ആളെ പറഞ്ഞത് അയാൾ അത്രക്ക് പോരാ എന്നാണ്. ലൈസ ബിദാക്, അയാൾ അത്രക്ക് പോരാ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ലാ ഇലമു അഹദൻ റവാ അൻഹു വൈറ യഅഖൂബ്, യഅഖൂബുൽ ഖുമ്മി എന്ന ആളല്ലാതെ മറ്റൊരാളും അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നല്ല ഒന്നും, ഈ ഹദീസല്ല, ഒന്നും അയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വഖാല ദൂരി അൻ ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് ഇൻദഹു മനാകീർ ഹദ്ദസ അൻഹു യഅഖൂബുൽ ഖുമ്മി വഅംബസതു ഖാലി റയ്, റയ്യിലെ ഖാലിയായ അംബസത്തും യഅഖൂബുൽ ഖുമ്മിയും നിവേദനം ചെയ്തിട്ടുണ്ട്. ഈ ഇയാളെപ്പറ്റി ഇൻദഹു മനാകീർ എന്നായ യഹ്യ ഇബ്നു മഈൻ പറഞ്ഞത്. മറ്റൊരു നിരൂപകൻ ഹൈസമി, അദ്ദേഹം പറയുന്നത് വളഅഫഹു ഇബ്നു മഈൻ, യഹ്യ ഇബ്നു മഈൻ ഇദ്ദേഹത്തെ ലഈഫാക്കിയിരിക്കുന്നു എന്നാ. യഹ്യ ഇബ്നു മഈനിനെ പോലുള്ള ഒരു മഹാൻ, ഇമാം നസായിയെ പോലുള്ള മഹാന്മാർ ലഈഫാണെന്നും മുങ്കറുൽ ഹദീസാണെന്നും ഇൻദഹു മനാകീർ എന്നും പറഞ്ഞ ആ ഹദീസല്ലേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 8 ഹദീസ്. അതുകൊണ്ട് തന്നെ 8 നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസിനെ വഹാബികൾക്ക് പറ്റൂല, ലൈഫായ ഹദീസാണ് അവരുടേത്, കള്ളണം എന്ന വീക്ഷണപ്രകാരം. നമ്മൾ അതിനെ പ്രമാണമാക്കുന്നില്ല. എന്തുകൊണ്ട്? ആ ഹദീസിൽ അദ്ദേഹം അവസാനത്തെ ദിവസം മാത്രം പങ്കെടുത്തു എന്ന് വ്യക്തമാണ്.
അത് തന്നെ പങ്കെടുത്തപ്പോൾ എപ്പോൾ എന്നത് വ്യക്തമല്ല, പങ്കെടുത്തത് എപ്പോൾ എന്ന് വ്യക്തമല്ല. 8 നിസ്കാരം മാത്രം ബാക്കിയുള്ളപ്പോൾ വന്നതാകാൻ സാധ്യതയുണ്ട്. മറ്റു 2 രാത്രിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്ന് വ്യക്തമാണ്. ആ രാത്രിയിലെ നിസ്കാരം എത്ര റക്അത്താണ് എന്ന് അതിൽ നിന്ന് വ്യക്തവുമല്ല. 3 രാത്രിയിൽ നിസ്കാരം കൂടി കൂട്ടിയാലല്ലേ റക്അത്തിന്റെ എണ്ണം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ആ 3 ദിവസത്തെ നിസ്കാരത്തെ അവലംബമാക്കിയിട്ട് അതിലെ റക്അത്തുകൾ വെച്ചുള്ള റിപ്പോർട്ടുകളെ വച്ചല്ല ബലപ്പെട്ട നമ്മുടെ ശാഫിഈ മദ്ഹബിന്റെ സമർത്ഥന